ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് കാശിനാഥമ്മൻ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു 3D അനിമേഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പ്ലോട്ടാഗൺ സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് കമ്പ്യൂട്ടറിലും മൊബൈലിലും വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമ്മൾക്ക് അനിമേഷൻ ചെയ്ത് തുടങ്ങിയാലോ കൂട്ടുകാരെ, നമുക്കിനി അനിമേഷൻ ചെയ്യാൻ തുടങ്ങിയാലോ? അതിനായി ഞാൻ നേരത്തെ പറഞ്ഞ പ്ലോട്ടാഗൺ സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണുന്നതായിരിക്കും. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ കാണുന്നതാണ്. നിങ്ങൾ പുതിയതായിട്ടാണ് ഈ പ്ലോട്ടാഗൺ സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എടുക്കുന്നത് എങ്കിൽ ന്യൂ ടു പ്ലോട്ടാഗൺ സ്റ്റുഡിയോ ന്റെ താഴെയായി ഒരു സൈൻ അപ്പ് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് ക്ലോസ് ആയതിനു ശേഷം സൈൻ ഇൻ ടു ഗൂഗിൾ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ നേരത്തെ സൈൻ അപ്പ് ചെയ്ത മെയിൽ ഐഡിയും അതിന്റെ പാസ്വേഡും കൊടുക്കുക. പാസ്വേഡ് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മെയിൽ ഐഡിയും പാസ്വേഡും അടിച്ചത് ശരിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാനാവുന്നതാണ്. ഇത് നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന ഫയൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിപ്പോൾ പുതിയതായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സീൻ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സീൻ ആഡ് ചെയ്യാനുള്ള ഐക്കൺ ഇതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് സീൻ വേണം എന്ന് ചൂസ് ചെയ്യാനുള്ള സ്ഥലമാണിത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇഷ്ടം പോലെ സീനുകൾ ഉണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ സ്ട്രീറ്റ് കോർണർ റെയിൻബോ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ആക്ടേഴ്സിനെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾക്ക് അല്ലാതെയും ആക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഇവിടെ സാധിക്കുന്നതാണ്. അതിനായി ക്രിയേറ്റ് ആക്ടർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആക്ടർ ക്രിയേറ്റ് ചെയ്യാനായി മെയിൽ ആക്ടർ വേണോ ഫീമെയിൽ ആക്ടർ വേണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ മെയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഫേസിന്റെ ഷേപ്പ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിഫാൾട്ട് ആയിട്ട് കിടന്ന ഷേപ്പ് തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫേസിന്റെ കളർ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഹെയർ സ്റ്റൈൽ നിയന്ത്രിക്കാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ സെലക്ട് ചെയ്തു. നമ്മൾക്ക് ഈ ഹെയർ സ്റ്റൈലിന്റെ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾക്ക് നമ്മുടെ ഫേസ് എലമെന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ എലമെന്റ് ആണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇവിടെ എലമെന്റിന്റെ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഐ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് കളർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ സ്പെക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ സ്പെക്സ് ആണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് സ്പെക്കിന്റെ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഡ്രസ് ഇവിടെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഡ്രസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ പാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് പാന്റ് ആണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ഷൂ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഷൂ ആണ് സെലക്ട് ചെയ്തത്. നമ്മൾക്ക് അതിൻ്റെ താഴെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്.
ഞാൻ ഇപ്പോൾ ഇവിടെ ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ, അതുകൊണ്ട് ഇത് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇവിടെ നമുക്ക് ഈ ക്യാരക്ടറിന്റെ പേര് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടന്ന പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ആവശ്യമെങ്കിൽ മാത്രം നമ്മൾക്ക് വേറെ ഒരു ക്യാരക്ടറിനെയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആക്ടറിനെ സെലക്ട് ചെയ്യാം. ഏത് ആക്ടറാണോ സംസാരിക്കേണ്ടത് ആ ആക്ടറിനെ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ സയൻസ് 2 എന്ന ആക്ടറിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഹായ് എന്നടിച്ചു. അതിനുശേഷം അടുത്ത കമന്റ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള ആ ആൾ എന്താണോ സംസാരിക്കേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനായി ഇവിടുത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റെൻഡർ വീഡിയോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് വീഡിയോയുടെ റെസല്യൂഷൻ നിയന്ത്രിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ 720p എന്ന റെസല്യൂഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് റെൻഡർ വീഡിയോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ എക്സ്പോർട്ട് വിത്ത് സബ്ടൈറ്റിൽസ്, വിത്തൗട്ട് സബ്ടൈറ്റിൽസ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് വിത്തൗട്ട് സബ്ടൈറ്റിൽസ് എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ചെറിയ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് റെൻഡറായി കഴിയും. വലിയ വീഡിയോ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നതാണ്. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഫയൽ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനായി ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ സോഫ്റ്റ്വെയർ എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ സേവ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇവിടെ ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ സേവ് ചെയ്ത ഫോൾഡറിൽ നോക്കുക. ഇതാണ് ഞാൻ സേവ് ചെയ്ത ഫോൾഡർ. അതിനകത്ത് ഞാൻ അടിച്ചിരുന്ന പേര് മൈ പ്ലോട്ടാഗൺ മൂവി എന്നായിരുന്നു. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഹായ് 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 ഹായ്. ഇതാ നമ്മളുടെ അനിമേഷൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു.